നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ മിഥുൻ. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ PCOD ആണ്. PCOD അതായത് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ്. ഇന്ന് ധാരാളം സ്ത്രീകളിൽ കാണുന്ന ഒരു അസുഖമാണ് PCOD. ഒപ്പം തന്നെ ധാരാളം പേർക്ക് ടെൻഷനും അനേക പേർക്ക് കൺഫ്യൂഷനും ഉണ്ടാക്കുന്ന അസുഖമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ PCOD. അപ്പോൾ PCOD നമ്മൾ കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബയോളജിയെ പറ്റി നമ്മൾ ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മുടെ ശരീരത്തിൽ അണ്ടം ഉൽപ്പാദിപ്പിക്കുകയും അത് അണ്ടാശയത്തിൽ നിന്ന് റിലീസാവുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ യൂട്രസിനകത്ത് ഫോം ചെയ്ത ബ്ലഡ് മെൻസസ് ആയിട്ട് ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ അണ്ട ഉൽപ്പാദിപ്പിക്കും, പ്രഗ്നൻ്റ് ഉണ്ടെന്ന് നോക്കും, പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ മെൻസസ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഓവുലേഷനും മെൻസ്ട്രേഷനും നമ്മുടെ ശരീരത്തിൽ എല്ലാ മാസവും കൃത്യമായിട്ട് നടക്കണം. അപ്പോൾ അതിലുള്ള വ്യതിയാനങ്ങളാണ് ശരിക്കും PCOD എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, തെറ്റായിട്ടുള്ള ഡയറ്റുകൾ, ഒപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, പുരുഷ ഹോർമോണുകളുടെ അധികമാകുന്ന അവസ്ഥ, പിന്നെ ഹോർമോണുകളുടെ വ്യതിയാനം, സ്ത്രീ ഹോർമോണുകളുടെ വ്യതിയാനം, ഇതുമൂലം ഈ ഓവുലേഷൻ നടക്കാതിരിക്കുകയും അണ്ടം ഇരിക്കുകയും ചെയ്യും. അപ്പം ഈ റിലീസാവാതിരിക്കുന്ന അണ്ടമാണ് അത് കൂടി വരുമ്പോഴാണ് അത് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ വർഷം റിലീസാവാതിരിക്കുന്ന അണ്ടങ്ങളാണ് ശരിക്കും PCOD ആയിട്ട് കുരുക്കളായിട്ട് നമ്മൾ സ്കാനിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ അണ്ടം റിലീസാവാത്തതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മെൻസസിൻ്റെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാവുകയും മെൻസസ് തെറ്റി വരികയും ചെയ്യും. ഇപ്പം 1 മാസം ആവേണ്ട മെൻസസ് 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ടുമ്പോഴേക്കും ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലീഡിങ്ങും വരാനുള്ള സാധ്യതയുണ്ട്, ഹോർമോണുള്ള അസന്തുലിതാവസ്ഥ മൂലം. അപ്പോൾ തന്നെ ഈ അണ്ടം റിലീസാവാത്തതുകൊണ്ട് അത് ബീജമായിട്ട് സങ്കലനം ഉണ്ടാവാതിരിക്കുകയും കുട്ടികളുണ്ടാവാതിരിക്കുകയും ചെയ്യും. അതാണ് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള കാരണം PCOD. അപ്പോൾ അതാണ് ബേസിക് ബയോളജി എന്ന് പറഞ്ഞാൽ. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4-5 കാരണങ്ങളുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ശരീരത്തിൽ ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ പുരുഷ ഹോർമോണുകളുടെ അധികമായിട്ടുണ്ടാകുന്നത്, ഹൈപ്പർ ആൻഡ്രോജനിസം. പിന്നെ സ്ത്രീ ഹോർമോണുകളുടെ വ്യതിയാനം, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. പിന്നെ അമിതവണ്ണം, പിന്നെ ബാഡ് ഡയറ്റ്. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും PCOD ഉണ്ടാകുന്നത്. അപ്പം എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചർ, അതായത് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ, അത് ഓരോരുത്തരും വ്യത്യസ്തമാണ്. ഇപ്പോൾ ചില ആൾക്കാർ ലീൻ PCOS എന്ന് പറയും, ചില ആൾക്കാർ വേറെ മെലിഞ്ഞ ആൾക്കാരായിരിക്കും, 40 കിലോ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്കാൻ നോക്കുമ്പോൾ കുരുക്കളുണ്ടാവും, പിന്നെ മെൻസസ് വരില്ല, കുട്ടികളുണ്ടാവാതിരിക്കും. അപ്പം അത് ഏറ്റവും ഇപ്പോൾ വണ്ണം കുറേ ആൾക്കാരിലും PCOD കാണാറുണ്ട്. അതാണ് ഈ ലീൻ PCOS എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സാധാരണ ക്ലാസിക്കൽ PCOS, അതായത് ഇത്തിരി വണ്ണമുള്ള ആൾ, കുറച്ച് മോക്കുരു, മുടി കൊഴിച്ചിൽ, രോമ വളർച്ച, അതെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ മെൻസസ് തെറ്റി വരുന്നു, കല്ല് കഴിക്കുമ്പോൾ കുട്ടികളുണ്ടാവുന്നില്ല. ഇതവരെ ക്ലാസിക്കൽ സാധാരണ കാണുന്നൊരു PCOS. പിന്നെ എന്ന് പറഞ്ഞാൽ സ്കാനിൽ PCOD ഒക്കെ കാണും, പക്ഷേ ലക്ഷണങ്ങളൊന്നുമില്ല, കുട്ടികളുണ്ടാകുന്ന തടസ്സമില്ല, മെൻസസ് എല്ലാം കൃത്യമായിട്ട് വരുന്നു. അങ്ങനെയും വരാം. 100 കണക്കിന് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ PCOD ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് എല്ലാത്തിനും ചികിത്സയുണ്ട്. അത് 95% മാറുകയും ചെയ്യും. പിന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അത് നമുക്ക് കുറച്ച് ഡയറ്റൊക്കെ മോഡിഫൈ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് മാറ്റാൻ പറ്റുന്ന കേസേ ഉള്ളൂ. പിന്നെ സിവിയർ കണ്ടീഷൻസിൽ വരികയാണെങ്കിൽ നമ്മൾ ഡ്രഗ് കൊടുക്കും, ചിലപ്പോൾ സർജറി ഒക്കെ വേണ്ടി വരാം ചില ആൾക്കാരിൽ. അത് ലാപ്രോസ്കോപ്പിക്ക് ചെറിയ സർജറിയാണ്, അത് വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഒരുപാട് തന്നെ സാധാരണ രീതിയിൽ തന്നെ കുറേ മാറ്റാൻ പറ്റും. ഡയറ്റും എക്സസൈസും കൊണ്ട് തന്നെ 50% മാറ്റാൻ പറ്റും. പിന്നെ കുറച്ച് ഒരു 90% വരെ ഡയറ്റ്, എക്സസൈസ് പ്ലസ് മരുന്നുകളോട് മാറ്റാം. പിന്നെ കുറച്ച് ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ശരിക്കും പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം PCOD ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഡയഗ്നോസ് വേണ്ടി കുറച്ച് ക്രൈറ്റീരിയ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് PCOD എന്ന് ഒരാളിന് അസുഖം എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇനി പറയാൻ പറ്റുന്നത്. റോട്ടർഡാം ക്രൈറ്റീരിയ എന്ന് പറയും. അത് ഒന്ന് സൈക്കിൾസ് തെറ്റി വരുന്നത്, അണ്ടാശയം ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും അതുമൂലം മെൻസസ് തെറ്റി വരികയും ചെയ്യുന്നത് ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പുരുഷ ഹോർമോണുകൾ കൂടി വരുന്ന ലക്ഷണങ്ങൾ, അതായത് രോമ വളർച്ച, മോക്കുരു, മുടി കൊഴിച്ചിൽ, അങ്ങനത്തെ അസുഖങ്ങൾ, അങ്ങനത്തെ കണ്ടീഷൻസ്. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്കാനിൽ നോക്കുമ്പോൾ കുരുക്കൾ കാണുന്നു, അതായത് ഓവുലേഷൻ നടക്കാതിരിക്കുന്ന ഓവംസ് കുരുക്കളായിട്ട് ഫോം ചെയ്തിരിക്കും. അത് മൂന്നാമത്തെ ക്രൈറ്റീരിയ. ഇത് 3 ഉണ്ടെങ്കിൽ PCOD നമുക്ക് പറയാം. ഇതിൽ 3-ലെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ PCOD എന്ന് പറയാം. പക്ഷേ അത് ക്രൈറ്റീരിയക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് PCOD എന്ന് ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് PCOD മാറ്റലല്ല നമ്മുടെ ഉദ്ദേശം. PCOD മൂലം വന്ന ആ ലക്ഷണങ്ങൾ മാറ്റിയെടുക്കുകയും മെൻസസ് കറക്റ്റാക്കുകയും കുട്ടികളുണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ടാർഗറ്റ്. അല്ലാതെ PCOD മാറ്റുകയല്ല ശരിക്കും നമ്മുടെ ടാർഗറ്റ്. PCOD മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ മാറ്റാൻ പറ്റും. പക്ഷേ അതിനേക്കാളും പ്രൈം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്ലിയർ ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമേ അല്ല. പിന്നെ അടുത്തത് നമുക്ക് പറയേണ്ടത് PCOD ട്രീറ്റ്മെൻറ്റാണ്.
ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. ചില ആൾക്കാർക്ക് നമുക്ക് ഗുളികയുടെ ആവശ്യം തന്നെ ഇല്ല. ചില ആൾക്കാർക്ക് നമ്മൾ വെയിറ്റ് റിഡക്ഷൻ മാത്രം, വെയിറ്റ് കുറച്ചാൽ മാത്രം മതി. ആഴ്ചയിൽ 150 മിനിറ്റാണ് വെയിറ്റ് എക്സസൈസ് പറയുന്നത്. 30 മിനിറ്റ് വെച്ച് ദിവസവും ചെയ്യുക എക്സസൈസ്, നടക്കുക, ഓടുക, ചെറിയ എറോബിക് എക്സസൈസ്, അതൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വ്യത്യാസം വരും. പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, ഡയറ്റ് എടുക്കുക, അതായത് മധുരം ഉപ്പും എല്ലാം കുറയ്ക്കുക, പിന്നെ ബേക്കറി ഐറ്റംസ്, കൊഴുപ്പുള്ള ആഹാരങ്ങളെല്ലാം കുറയ്ക്കുക, മൈദ പലഹാരങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കുക. അതാണ് ഡയറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ കൂടുതലായിട്ടുള്ള ഫിഷ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, അതെല്ലാം കഴിക്കുമ്പോൾ തന്നെ ഡയറ്റിൻ്റെ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആവും. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഈ വെയിറ്റ് കുറയ്ക്കുകയും പിന്നെ ഡയറ്റും എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പാണ് ശരിക്കും മരുന്നിലോട്ട് പോകുന്നത്. അത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റാണ്. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും ചേർന്ന ടാബ്ലറ്റുകൾ കൊടുക്കാറുണ്ട്. കോൺട്രാസെപ്റ്റീവ്സ് ആണ് അതിനെ പറയുന്നത്, അത് കൊടുക്കാറുണ്ട്. പിന്നെ ആൻറ്റി ആൻഡ്രോജൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. അതായത് പുരുഷ ഹോർമോണുകൾ കൂടുമ്പോൾ പ്രത്യേകിച്ച് ഈ മൂക്കുരു രോമവളർച്ച ഉള്ള ആൾക്കാർക്കാണ് ഈ ആൻറ്റി ആൻഡ്രോജൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. സൈപ്രോറ്റോറോൺ അസറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രൊജസ്റ്ററോൺ വേരിയൻസ് ആണ് ആ ടാബ്ലറ്റ്സ്. അപ്പോൾ അത് കൊടുക്കുമ്പം ശരിക്കും വ്യത്യാസം വരാറുണ്ട്. പിന്നെ ലോക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാം. മുടി രോമവളർച്ച ഉണ്ടെങ്കിൽ ഹെയർ റിമൂവൽ, എപ്പിലേഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാം. അത് എടുത്തിട്ട് മാറുന്നതിനാണ് ഏറ്റവും നല്ലത്. വേറെ എല്ലാം മെൻസസ് എല്ലാം ക്ലിയർ ആണ്, കുട്ടികളെല്ലാം ഫാമിലി കംപ്ലീറ്റഡ് ആണ് എങ്കിൽ ലോക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുത്താൽ മതിയാവും. ഹെയർ റിമൂവലിന് തന്നെ മതിയാവും. അല്ല അതിന് ഹോർമോൺ എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ മുടിയെല്ലാം ഉണ്ട്, മുടി രോമവളർച്ച ഉണ്ട്, ഒപ്പം തന്നെ മെൻസസ് ഒക്കെ തെറ്റിയിരിക്കുകയാണെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റാണ് കുറച്ചുകൂടെ ഭേദം. അപ്പോൾ അത് ഡോക്ടറിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നിങ്ങളുടെ പേഷ്യൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെൻറ്റാണ്. എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് PCOD ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഉള്ളത് മെൻസസ് കുട്ടികളുണ്ടായില്ലെങ്കിൽ ഓവുലേഷൻ വരുത്തേണ്ട ഡ്രഗ്സ് ഉണ്ട്. ലെട്രസോൾ, ക്ലോമിഫിൻ അങ്ങനത്തെ മരുന്നുകളാണ്. അത് ഡോക്ടർ കൊടുക്കാറുണ്ട്. വളരെ നല്ല സക്സസ് ആയിട്ടുള്ള സംഭവമാണ് അതെല്ലാം. ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആവാറുണ്ട് ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ. പിന്നെ അടുത്ത് കാണുന്ന ട്രീറ്റ്മെൻറ്റ്സാണ് ഈ മെറ്റ്ഫോർമിൻ എന്ന് പറയും. നമ്മൾ ഷുഗർ കൊടുക്കുന്ന ഗുളികയാണ്. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ടാബ്ലറ്റാണ്. അത് കൊടുക്കാം. പിന്നെ മയോഇനോസിറ്റോൾ ടാബ്ലറ്റ് കൊടുക്കാം, N-അസറ്റിൽസിസ്റ്റൈൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചില ആൾക്കാർക്ക് സർജറി എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പിക് ഓവേറിയൻ ഡ്രില്ലിംഗ് ആണ്. ചില ആൾക്കാർക്ക് PCOD കൊണ്ട് ഒട്ടും ഓവുലേഷൻ നടക്കുന്നില്ല എങ്കിൽ ചിലപ്പം ഡ്രില്ലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം പക്ഷേ അത് സാധാരണ അങ്ങനെ ചെയ്യുന്നില്ല. പണ്ടൊക്കെ ചെയ്യാം. ഉരുക്കളിരിക്കുന്ന ഭാഗത്ത് ചെറിയ ഡ്രില്ല് ചെയ്യുക, ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിൽ ഓവൻ റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ആ സർജറി എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ PCOD കൊണ്ട് എല്ലാം ഇപ്പോൾ എല്ലാം ഏകദേശം ഓക്കെ ആയി. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് മെറ്റബോളിക് സിൻഡ്രോം പോലത്തെ അസുഖങ്ങൾ വരാം. അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ തൈറോയിഡും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വേരിയേഷനും PCOD ഉള്ള ആൾക്കാരിൽ കാണാറുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഏജ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ ഈ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും തൈറോയിഡും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴൊക്കെ ചെക്ക് ചെയ്യണം, പണ്ട് PCOD ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ. കാരണം അത് ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറ്റും എക്സസൈസും കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു അസുഖം ശരിക്കും പറഞ്ഞാൽ PCOD. പക്ഷേ നമ്മൾ ടെൻഷനും കൺഫ്യൂഷനും കൊണ്ടാണ് നമ്മൾ ഈ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റും നേരത്തെ ഡയഗ്നോസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90% വരെ PCOD നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അറിവുകൾ കൂടുതലായിട്ട് കമൻസിൽ അറിയിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.